കേരള അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടി എടുക്കും ഫലപ്രഖ്യാപനം നടത്തുവാനായി. ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഫലം എങ്ങനെയാകുമെന്നറിയാൻ. പൊതുവെയുള്ള ധാരണയനുസരിച്ച്, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ചും ഒക്കെ UDF മേൽക്കൈ കിട്ടുമെന്നും UDF ഭരണത്തിൽ വരും എന്നാണ് പൊതുവെ ഒരു ധാരണയുള്ളത്. ഞാനും ആ രീതിയിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. UDF ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ ഈ കണക്ക് കൂട്ടൽ. ഇനി മറുവശം പറഞ്ഞാൽ, വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് പറയാൻ എനിക്കതിന് മടിയില്ല. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഇലക്ഷനിൽ ജയിച്ചു വരുന്ന ആളുകൾക്ക് ഭരണ പങ്കാളിത്തം നൽകേണ്ടത് ആ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട പല വ്യക്തികളും തോറ്റുപോയ ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ സംഭവവികാസത്തെ തുടർന്ന് അവർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റുപോയി. റായ്ബറേലിയിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അതിന് ശേഷം കേരള ഇലക്ഷനിൽ നോക്കുമ്പോഴും നയനാരും കരുണാകരനും ഒക്കെ ഇവിടെ ഇലക്ഷനിൽ തോറ്റിട്ടുണ്ട്. പ്രമുഖരായ വ്യക്തികൾ തോറ്റിട്ടുണ്ട്. ഈ പ്രമുഖരായ പല വ്യക്തികളെയും തോൽപ്പിച്ചിട്ടുള്ളത് നിസ്സാരന്മാരായ വ്യക്തികളാണെന്നുള്ളതാണ് വേറൊരു സവിശേഷത. അപ്പോൾ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് എങ്ങോട്ട് മറിയും, എങ്ങനെ മറിയും എന്നൊക്കെ നമ്മൾ കൂട്ടിക്കുഴച്ച് കണക്കുകൾ അവതരിപ്പിച്ച് നമ്മൾ ഇന്ന പാർട്ടി ജയിക്കുമെന്ന് പറയുന്നുവെങ്കിലും, ആത്യന്തികമായി ഇന്ന പാർട്ടി ജയിച്ചു എന്ന് പറയണമെങ്കിൽ വോട്ട് എണ്ണാതെ ആരെ കൊണ്ടും അത് പറയാൻ സാധ്യമല്ല. ഇവിടെ വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ കിടക്കുകയാണ്. മഹാന്മാരായ ആളുകൾ തോൽക്കുകയും നിസാരന്മാരായ ആളുകൾ ജയിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള കേരളത്തിലെയും ഭാരതത്തിലെ ഇലക്ഷനിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നവരത് കാത്തിരിക്കാൻ എന്തേ കോൺഗ്രസിലെ ചില ആളുകൾക്ക് ഇത്ര മടി? കോൺഗ്രസിലെ സാമാന്യ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ എന്നെ പോലെയുള്ള അതിന് പുറമേ നിന്ന് പിന്താങ്ങുന്ന ആളുകൾ ഒക്കെ തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ദുഃഖിതരാണ്. ആളുകൾ പറഞ്ഞു പോകുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിലായി. സംസാരമധ്യ പലരും അങ്ങനെ പറയുന്നു, ഇങ്ങനെ പോയാൽ പിണറായി മതിയായിരുന്നു എന്ന്. എനിക്ക് വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇവർക്ക് രാജ്യത്തോടാണോ കമ്മിറ്റ്മെന്റ്, ജനങ്ങളോടാണോ കമ്മിറ്റ്മെന്റ്, അതോ അവർക്ക് അവരോട് തന്നെയാണോ കമ്മിറ്റ്മെന്റ് എന്ന് ചിന്തിച്ചു പോകുന്നു. പല ആളുകളെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അവരുദ്ദേശിക്കുന്ന രീതിയിൽ വരാത്തത് കൊണ്ട് ഒരു കലക്കമുണ്ടാക്കി അവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ ഭരണത്തിൽ വരാതിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ രാഷ്ട്രീയം പോയി. ഉദാഹരണമായി പറയുകയാണെങ്കിൽ PJ കുര്യൻ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയത്തിൽ കയറി മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ പോകാനോ കേരളത്തിൽ MLA ആയി ഒരു മന്ത്രിയാകാനോ ഒരു സാഹചര്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് പാർട്ടിയുടെ ഉന്നത സ്ഥലങ്ങൾ വഹിക്കാനുള്ള അവസരം ഇനിയുണ്ടെന്നും തോന്നുന്നില്ല. അദ്ദേഹം നിരാശനാണ്. അദ്ദേഹം മോഹഭംഗം പെട്ട് വിലപിച്ച് നടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുകൂലികൾ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഭരണത്തിൽ വന്നോട്ടെ, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവർ വരണ്ട എന്നുള്ള നിലയിലാണ് ചില ആളുകളെ മുഖ്യമന്ത്രിയാക്കി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയും പിന്നെ പിൻവലിക്കുകയും കൊണ്ട് ഉരുണ്ട് കളിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ആരോടാണ് കൂറ്? ജനങ്ങളോടാണ് കൂറ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണ് കൂറ്? ഈ രാജ്യത്തെ പാർലമെന്റിൽ വരെ എത്തിച്ചു, മന്ത്രി വരെയാക്കി, ഉന്നത സ്ഥാനം വഹിക്കുവാനായി കാരണമായത് കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വാസ്തവത്തിൽ എത്രയോ ദയനീയമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണോ? അതോ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ കോൺഗ്രസിൽ വന്നത്? വന്ന കാര്യങ്ങളെ സാധിച്ചല്ലോ, കിട്ടിയല്ലോ. ഈ വയസ്സാം കാലത്തിൽ അടങ്ങി ഇരുന്നാൽ പോരെ? ഇവിടെ കലക്കലുണ്ടാക്കുകയാണ്. കലക്കലുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ആളുകൾ തോൽക്കണം, അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് ജയിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ മോഹത്തിന് ആരോ തടയിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തടയിട്ട ആൾ തോറ്റുപോകണമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് അങ്ങ് മനസ്സാണ്. അതുപോലെ തന്നെ K. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഇത്രമാത്രം ശക്തമായി മലബാറിൽ പിടിച്ചു നിർത്തുകയും കോൺഗ്രസിന് വർദ്ധിച്ച ഊർജം പകർന്നു കൊടുക്കുകയും ചെയ്ത ആളാണ് K. സുധാകരൻ. K. സുധാകരൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കണ്ണൂരിൽ കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. CPM കിരാത
ഭരണത്തോടും അവിടെ കൊലപാതക രാഷ്ട്രീയത്തോടും പിടിച്ചു നിന്ന് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത് കോൺഗ്രസിനെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തിയ ആളാണ് കെ സുധാകരൻ. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഒരാളുടെ പേര് പറയുന്നു, രമേശ് ചെന്നിത്തല ആകണമെന്ന് പറയുന്നു, പിന്നെ പറയുന്നു വേണുഗോപാൽ വേണമെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ലക്ഷ്യം? അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു, KPCC പ്രസിഡന്റ് ആയിരുന്നു, പാർലമെന്റ് അംഗമാണ്. ഈ അടുത്ത നാളിലൊന്നും ഈ പാർലമെന്റ് അംഗത്വം കൊണ്ട് അദ്ദേഹത്തിന് ഗുണം ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം BJP അടുത്ത നാളിലൊന്നും മാറാനും പോകുന്നില്ല, കോൺഗ്രസിന് ഭരണം കിട്ടാനും കേന്ദ്രത്തിൽ സാധ്യതയില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് ഒരു ബാലിശമായ ആഗ്രഹമായി പോയി. കെ സുധാകരനെ പോലെയുള്ള വ്യക്തിത്വമുള്ള, തൻ്റെ ഇടമുള്ള, കോൺഗ്രസിനെ കണ്ണൂരിൽ പിടിച്ചു നിർത്തി ആർജവമുള്ള അതിശക്തനായ നേതാവായ സുധാകരനെ പോലെയുള്ള ആളുകൾ രമേശിനെ മുഖ്യമന്ത്രിയാക്കണം, വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് കോൺഗ്രസിനകത്ത് കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ജനങ്ങളാകപ്പാട് അസ്വസ്ഥരാണ്. നിങ്ങൾ നേതാക്കൾ വിമാനത്തിലിരുന്നും എയർ കണ്ടീഷൻ ചെയ്ത മുന്തിയതരം കാറുകളിൽ യാത്ര ചെയ്ത് മുന്തിയതരം ഹോട്ടലുകളിൽ താമസിച്ച് സുഖിച്ച് യാത്ര ചെയ്ത് നടക്കുന്ന പോലെയല്ല. ജനങ്ങളുടെ പൾസ് അറിയാൻ നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരണം. താഴോട്ട് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ജനങ്ങളെ പൾസ് അറിയാനൊക്കത്തുള്ളൂ. നിങ്ങളെ ചാണകം വാരി എറിയും കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ. അത്രമാത്രം നികൃഷ്ടമായ പ്രവൃത്തികളാണ് BJPയുടെ കയ്യിൽ നിന്ന് കെ സുധാകരന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ പ്രതിരോധത്തിൽ ഇറങ്ങി പ്രസംഗിച്ചാൽ നിങ്ങൾ കൂക്കി വിളിക്കും, കോൺഗ്രസ്സുകാർ തന്നെ, ഇടതുപക്ഷക്കാരല്ല, കോൺഗ്രസ്സുകാർ തന്നെ. ജനങ്ങൾ പറഞ്ഞു തുടങ്ങി ഇനി പിണറായി തന്നെ മതിയെന്ന്. എന്താണിത് അല്ല അർത്ഥമാക്കുന്നത്? അപ്പോൾ 10 വർഷം കൊണ്ട് ഭരണം നഷ്ടപ്പെട്ട് എങ്ങും എത്താതുന്ന കോൺഗ്രസിനെ കൈക്ക് പിടിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന ചില വ്യക്തികളുണ്ട്. അതിൽ പ്രമുഖനായ ഒരാളുണ്ട്, ഞാൻ പിന്നെ പറയാം. അദ്ദേഹം ഇതുവരെ മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അനുയായികളും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് BJP പറയുന്നു. നല്ല കാര്യമാണെന്നേ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണ്ടെന്നുള്ള ആർക്കാണ് ആഗ്രഹം? ആർക്കും അദ്ദേഹം ആകണ്ട എന്ന ആഗ്രഹമില്ല. പ്രതിപക്ഷ നേതാവായി അദ്ദേഹവും വളരെ ശോഭിച്ച ആളാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കുബേര എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരെ ഒതുക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം. വളരെ മിടുക്കനായ, ചെറുപ്പത്തിലെ തന്നെ മന്ത്രിയായ, MP ആയ, KSUവിന്റെ നാഷണൽ പ്രസിഡന്റായ, നന്നായി ഹിന്ദി സംസാരിക്കുന്ന ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതിന് ആർക്കാണ് എതിർപ്പ്? പക്ഷെ അതിനൊരു സംവിധാനം ഉണ്ടല്ലോ, ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇലക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഫലം വരട്ടെ, ജയിച്ചോല്ലെന്ന് അറിഞ്ഞില്ലല്ലോ. ഇലക്ഷനിൽ എന്തും സംഭവിക്കാമല്ലോ. ഒരു പക്ഷെ പിണറായി ആണ് ജയിക്കുന്നതെങ്കിൽ, LDF ആണ് ജയിക്കുന്നതെങ്കിൽ ഈ പറയുന്നതൊക്കെ വ്യഥാവായി പോകില്ലേ? ഈ അധര വ്യായാമമൊക്കെ വെറും വൃഥാവായി പോകില്ലേ? അപ്പോൾ ജയിച്ച അധികാരം കിട്ടട്ടെ, സീറ്റ് കിട്ടട്ടെ, 71 സീറ്റ് കിട്ടി ഭരണം വരുമ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷേ സ്വന്തം കാര്യം നടക്കാത്തത് കൊണ്ട്, സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ നീങ്ങാത്തത് കൊണ്ടും, സ്വന്തം അധികാരം ഉദ്ദേശിച്ചതുപോലെ സ്വായത്തമാക്കാൻ കഴിയാത്തത് കൊണ്ടും കോൺഗ്രസിനകത്ത് ആരും നീയൊന്നും മുഖ്യമന്ത്രി ആകണ്ട എന്ന് പറഞ്ഞ് കലക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അടൂർ പ്രകാശ് ഇതിന്റെ വേറൊരു പതിപ്പാണ്. ഇവരെല്ലാം പാർലമെന്റ് അംഗങ്ങളല്ലേ, ഇവർക്കെല്ലാം സൗജന്യ യാത്രയുണ്ട്, ന്യായമായ ശമ്പളമുണ്ട്, താമസിക്കാൻ സംവിധാനമുണ്ട്, എല്ലാം രാജകീയമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇവരെന്തിനാണ് വെറുതെ ഈ കോൺഗ്രസിനകത്ത് കലക്കം ഉണ്ടാകുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് കോൺഗ്രസിലെ ജനവിഭാഗങ്ങൾ, അതിന്റെ അണികൾ, അതിന്റെ സാധാരണക്കാരെ ആളുകൾ താഴേക്കിടകളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി പ്രചരണം നടത്തി LDFനെ പിടിച്ചു നിർത്തി UDFനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചത്. UDF ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പോക്ക് ശരിയല്ല. കോൺഗ്രസിലെ സാധാരണ അണികൾ നിങ്ങളെ കവലയിൽ കണ്ടാൽ കൂകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി, എത്ര ഉന്നതനായ രാഷ്ട്രീയ നേതാവായാലും നിങ്ങൾ വീടുകളിൽ നിങ്ങൾ ഇരിക്കണം. ഫലപ്രഖ്യാപനം കഴിയുന്നവരെ, ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് നിങ്ങൾ തലകുത്തി മറിഞ്ഞു, നിങ്ങൾ ആരെയും മുഖ്യമന്ത്രിയാക്കി, ഇവിടെ ഒരു പ്രശ്നവും അല്ല എന്ന് വിനീതമായി ഈ രാഷ്ട്രീയ നേതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് മുഖ്യമന്ത്രിയാകാൻ എന്ത് സംഭാവനയാണ് കേരളത്തിൽ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി അല്ലായിരുന്നു. ഡൽഹി, ഇന്ദ്രപ്രസ്ഥം ചുറ്റിപ്പറ്റി നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കറങ്ങി, ഇടയ്ക്ക് കേരളത്തിലും വന്ന് കറങ്ങി നടന്ന ഒരു മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ് വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ ദേശീയ തലത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അവിടെ അദ്ദേഹം മിടുക്കനാണ്. പക്ഷേ കേരളത്തിൽ കഷ്ടപ്പെട്ട ഒരാളെന്ന് ഞാൻ തീർത്ത് നിങ്ങളോട് പറയുന്നു, രമേശ് ചെന്നിത്തലയോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടൊപ്പം അവരിൽ നിന്ന് അല്പം മുന്നിൽ തന്നെ നിന്ന് പട നയിച്ച ആളാണ് VD സതീശൻ. ആർക്കാണ് നിഷേധിക്കാനതാവുക?
കോൺഗ്രസിന്റെ ഗ്രൂപ്പിസത്തിന് ഏറെക്കുറെ അരുതി പാർലമെന്റ് ഇലക്ഷനിൽ വളരെ കൂടുതൽ ആളുകൾ 18ഓളം ആളുകളെ മറ്റും അദ്ദേഹം ജയിപ്പിച്ചു കൊണ്ടുവന്നു. ബൈ ഇലക്ഷനുകളിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര ഭൂരിപക്ഷം ജയിച്ചു. നിലമ്പൂരിൽ ഇലക്ഷനിൽ അൻവറിനെ ഒഴിവാക്കി. അതൊരു വലിയ സംഭവമായിരുന്നത്. നിലമ്പൂരിൽ നടന്ന ആ ഉപതെരഞ്ഞെടുപ്പ് അൻവർ ഇല്ലാത്തതുകൊണ്ട് അവിടെ UDF ജയിക്കില്ല എന്ന് വരെ പറഞ്ഞു വരുത്തി കോൺഗ്രസിനകത്തെ UDFന് ഒരു ആളുകൾ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ ഉരുക്ക് വൃഷ്ടിയോടെ അദ്ദേഹം നിന്നു, ഉറച്ച മനസ്സോടെ അദ്ദേഹം നിന്നു. അൻവർ ഈ ഇലക്ഷന് വേണ്ട, അൻവറിനെ മാറ്റി നിർത്തി വൻ ഭൂരിപക്ഷത്തോടെ ഷൗക്കത്ത് അവിടെ ജയിച്ചു. എന്നാൽ വീണ്ടും അൻവർ തിരിച്ചു വന്നു. അത് രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം മാറി. ആ നിലപാടുകൾ ശരിയാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചു. അതായിരുന്നു അൻവറിന്റെ പരാജയവും ഷൗക്കത്തിന്റെ വിജയവും. ഇപ്പോൾ അദ്ദേഹം UDFിലാണ്, കുഴപ്പമില്ല. രാഷ്ട്രീയത്തിൽ ആരും ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളും ഇല്ലല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നല്ല ഭൂരിപക്ഷത്തിന് നല്ല പഞ്ചായത്തുകളും ഒക്കെ അവർ പിടിച്ചു. വളരെ മുമ്പിലേക്ക് കോൺഗ്രസ് പോയി. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് VD സതീശനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ അളികൾ ആരും ഒച്ച വെച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാരും പത്രസമ്മേളനം നടത്തി പറഞ്ഞുമില്ല. എറണാകുളംകാരനായാൽ മുഖ്യമന്ത്രി കൊള്ളാമെന്ന് DCC പ്രസിഡന്റ് ഒന്ന് പറഞ്ഞുപോയി. അത് മാത്രമാണ് അതിനകത്തൊരു കുഴപ്പമായിട്ട് കലാശിച്ചിട്ടുള്ളത്. എന്നാൽ പേര് പറഞ്ഞ് ഇന്നാരും മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കോൺഗ്രസ് നേതാക്കന്മാരെ, സാറന്മാരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളല്ല ഈ പിണറായിക്കെതിരെ വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ഓടിയെടുത്ത നിങ്ങൾ നേതാക്കന്മാരല്ല, അണികളാണ്, സാധാരണ ജനങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇലക്ഷൻ വരട്ടെ, ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംവിധാനം അനുസരിച്ച് ഒരു ഡൽഹിയിൽ നിന്നൊക്കെ ഇടപെട്ട് ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. MLA ചിലപ്പോൾ കൂടി ആലോചിച്ച് അങ്ങനെ എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടുമല്ലോ. ആ മുഖ്യമന്ത്രിയെ ജനസേവകർ എന്നുള്ള നിലയിൽ നിങ്ങൾ അംഗീകരിക്കണം. ജനസേവകർ എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ജനസേവകർ എന്നുള്ള നിലയിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനും നിങ്ങളുടെ അധികാരത്തിനും നിങ്ങളുടെ പത്രാസ് കാണിക്കാനും പിണറായി കഴിയുന്ന രാജാവെ കഴിയാനുള്ള വ്യഗ്രത ഈ ജനാധിപത്യ പാർട്ടിയിൽ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കരുത്. മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ പിന്നെ അവസരം അയക്കൂ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകട്ടെ. നിങ്ങൾ കോൺഗ്രസ്സുകാരനല്ലാത്ത, കോൺഗ്രസ് അനുഭാവിയായ ആൾ എനിക്ക് ഉറപ്പിച്ചും പറയും. നിങ്ങളെല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും വലിയ പുള്ളികളും എല്ലാം ഇന്നാരും മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവിയായ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് തലയൂരി രക്ഷപ്പെട്ട് നിൽക്കുന്ന ഞാൻ തറപ്പിച്ചു പറയുന്നു, VD സതീശൻ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. അത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചതാണ്, അല്ലാതെ ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞതല്ല, നിങ്ങൾ പറയിച്ചതാണ്. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം എടുക്കും. UDF ജയിക്കട്ടെ, ജയിച്ചോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. എന്തിനാ ഇവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്നത്? ജയിക്കട്ടെ, UDF ജയിച്ചു വരട്ടെ. വന്നു കഴിഞ്ഞാൽ ആ സംവിധാനം ആരെങ്കിലും മുഖ്യമന്ത്രി ആകട്ടെ. രമേശ് വന്നാലും വളരെ സന്തോഷമുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം, വന്നോട്ടെ. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ ശോഭിച്ച ആൾ തന്നെയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും അധികം ഓടി നടക്കുകയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും മേജർ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെ വിജയത്തിൽ എത്തിച്ചതിൽ VD സതീശന് മുഖ്യമൊരു പങ്കുണ്ട്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, അദ്ദേഹത്തിന് അനുയായികൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാരല്ലാത്ത എനിക്ക് ഇന്നാരും മുഖ്യമന്ത്രിയാകണമെന്ന് പറയാം. കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാരവാഹികൾ, അതിന്റെ ചുമതലക്കാർ, അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ അകത്ത് അന്തച്ഛിദ്രം രീതിയിൽ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്ത് പ്രതിഷ്ഠിക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകേണ്ട ഒരാവശ്യം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, VD സതീശനും തന്നെയാണ് ഇതിനകത്ത് മുൻതൂക്കം. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. അത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഞാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിയല്ല, കോൺഗ്രസിന്റെ നേതാവുമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്, അത്രയും പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അടുത്ത 4-ാം തീയതി വരെ ഇനി യാതൊരുവിധ പ്രസ്താവനകളും പുറപ്പെടുവിച്ച് ഇനി വരാൻ UDF വരുമെങ്കിൽ ആ ഭരണത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക, അല്ലാതെ അതിനെ അലങ്കോലപ്പെടുത്തി ചവിറ്റുകൊട്ടയിലാക്കി നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ തന്നെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ജനസാമാന്യത്തിൽ നിന്ന് അവരുടെ സംസാരത്തിൽ മനസ്സിലാകുന്നത്. ഇതിനെക്കാളും ഭേദം പിണറായി തന്നെയാണല്ലോ എന്ന്. അതിനുള്ള വഴി ഉണ്ടാക്കിയത് ചില കോൺഗ്രസ് നേതാക്കളാണ്. നിങ്ങളെ ഓർത്ത് സഹതപിക്കുക, അല്ലാതെ മാർഗമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു.